സിനിമാ ലോകത്ത് മാത്രമല്ല, മലയാള സിനിമാ ലോകത്തും ഏറെ ആരാധകരുള്ള നടനാണ് വിജയ്. വിജയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം തന്നെ മലയാളികളും ഇരു കൈനീട്ടിയാണ് സ്വീകരിക്കാറുള്ളത്. എന്തായാലും വിജയുടെ ഇപ്പോഴത്തെ ചില വിവാദങ്ങളെല്ലാം തന്നെ മലയാളി പ്രേക്ഷകരെയും മലയാള സിനിമാ പ്രേക്ഷകരുടെ വിജയ് ആരാധകരുടെ എല്ലാം ഹൃദയത്തിൽ സ്പർശിക്കുന്ന വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വിജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഉയരുന്നത്. തമിഴ്നാട്ടിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ പലവിധ റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു താരം കൂടിയാണ് വിജയ്. അതുകൊണ്ട് തന്നെ ആരാധകരും അങ്ങോളം ഇങ്ങോളം ഉണ്ട്. മാനുഷിക മൂല്യങ്ങൾ ഏറെയുള്ള വ്യക്തിത്വം എന്ന ടാഗ് വിജയ്ക്ക് എപ്പോഴും ഉണ്ട്. കേരളത്തിൽ പോലും ഒരുപാട് ആളുകൾക്ക് സ്വന്തം വീട്ടിലെ കുടുംബാംഗത്തെ പോലെയായിരുന്നു താരം. നടൻ കേരളം സന്ദർശിക്കാൻ എത്തുമ്പോഴെല്ലാം ഗംഭീരമായ സ്വീകരണം മലയാളികൾ നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഈ തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വാങ്ങുന്ന പട്ടികയിലേക്ക് വിജയ് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് വാങ്ങുന്ന പട്ടികയിലേക്ക് വിജയ് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നടനും TV-ക്ക് അധ്യക്ഷനുമായ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജി തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. നടനും ഒരു പ്രമുഖ സിനിമാ നടിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നാണ് സംഗീതയുടെ ആരോപണം. ഹർജി വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഇപ്പോഴുള്ള സംഭവങ്ങളൊന്നും വിജയ്ക്ക് യാതൊരു തിരിച്ചടിയും നൽകില്ലെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിജയുടെ ഭാര്യ സംഗീത യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരിയല്ല, തമിഴ് വംശജയാണ്. പക്ഷേ ശ്രീലങ്കൻ തമിഴാണ്. ഇവർ ഒരു ഹിന്ദു മത അനുയായിയാണ്. ഇദ്ദേഹത്തിന്റെ ഗ്ലാമറിൽ ഭ്രമിച്ച് അവർ കൊളംബോയിൽ നിന്ന് മദ്രാസിൽ വന്ന് ഇദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും പ്രണയബന്ധത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അതിൽ 2 മക്കളുണ്ട്. മകൻ 25 വയസ്സായി, മകൾക്ക് 20 വയസ്സായി. അങ്ങനെ മുതിർന്ന 2 മക്കളുള്ള ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഈ വിജയ് എന്ന് പറഞ്ഞ 51-കാരനായ നടനെതിരായിട്ട് വിവാഹമോചന ഹർജി കൊടുത്തത്. വിവാഹമോചന ഹർജിയിൽ ആരോപിക്കുന്നത് വിജയ്ക്ക് തമിഴിലെ ഒരു പ്രമുഖ സിനിമാ നടിയുമായിട്ട് വിവാഹേതര ബന്ധമുണ്ട് എന്നാണ്. ആ നടിയുടെ പേരും ഏറെക്കുറെ ഇപ്പോൾ പ്രസിദ്ധമായി കഴിഞ്ഞു. തൃഷ എന്ന പേരുള്ള നടിയാണ്. ഇവർ തമ്മിൽ മുമ്പ് കുറെ ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നില്ല. കാരണം ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല അപവാദങ്ങളും ഊഹാപോഹങ്ങളും കിംവദന്തികളും ഗോസിപ്പുകളും ഒക്കെ പരന്നു. അങ്ങനെ 2 പേരും വേർപെട്ടു. 15 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവർ ഒരു സിനിമയിൽ വീണ്ടും അഭിനയിച്ചു. അങ്ങനെ ബന്ധം പുതുക്കി. സിനിമ വലിയ വിജയമായി. പക്ഷേ വീട്ടിൽ കാറും കോളുമായി ഭാര്യ മുഖം വീർപ്പിച്ചു. അവർ വേർപിരിഞ്ഞു താമസിക്കാൻ തുടങ്ങി. ഇപ്പോൾ വിവാഹമോചന ഹർജിയിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിജയ് പോലൊരു നടന് തൃശ്ശിയോട് മാത്രമായ ഒരു ബന്ധവും ഉണ്ടാവാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന് കോടമ്പക്കത്തുള്ള അല്ലെങ്കിൽ തമിഴ് സിനിമാ മേഖലയിലുള്ള പല നടികളുമായിട്ടും പല കാലങ്ങളിൽ പല തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായി കാണാൻ സകല സാധ്യതയുമുണ്ട്. ഒന്നാമത് സിനിമയാണ്, രണ്ടാമത് തമിഴാണ്. അങ്ങനെ ഏകപത്നി വ്രതന്മാരും ഭഗവാൻ ശ്രീരാമചന്ദ്രന്മാരും ഒന്നും ആയിരിക്കണം ഭർത്താവെന്ന് ഒരു സിനിമാ താരത്തിന്റെ ഭാര്യയ്ക്കും ഇന്നത്തെ കാലത്തെന്നല്ല, ശിവാജി ഗണേശന്റെ കാലത്തോ MGRന്റെ കാലത്തോ പോലും ഷടിക്കാൻ പറ്റുമായിരുന്നില്ല. പിന്നെയല്ലേ വിജയുടെയും അജിത്തിന്റെയും ഒക്കെ കാലത്ത് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചു കഴിഞ്ഞാൽ ഈ വിവാഹം നടക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. കാരണം വിജയ് രാഷ്ട്രീയ പാർട്ടി ഉപയോഗിച്ച തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടി തമിഴ്നാട്ടിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ച് വിജയിച്ച് വെന്നിക്കൊടി പാറിച്ച് ഈ സ്റ്റാലിനെ അട്ടിമറിച്ച് ഭരണം പിടിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് 2 കൊല്ലമായിട്ട് പിരിഞ്ഞു താമസിക്കുന്ന ഭാര്യയ്ക്ക് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായത്. ഇവനെ കുടുംബ കോടതിയിൽ കണ്ടുകളയാം, ഉന്നെ വിടമാട്ടെ എന്ന്. എന്നിട്ടൊരു പെറ്റീഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. അതും ഒരു സിനിമാ നടിയുടെ പേരും കൂടി അതിനകത്തേക്ക് വലിച്ചിഴച്ചിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കേരള രാഷ്ട്രീയത്തിലെ ഒരു നടന്റെ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. KB ഗണേഷ് കുമാർ സിനിമാ നടനായിട്ടും സീരിയൽ നടനായിട്ടും പേരും പെരുമയും ആർജിച്ച സമയത്താണ് അദ്ദേഹം 2001-ൽ പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് കന്നി അംഗം കുറിച്ചത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ച ഉടനെ അദ്ദേഹത്തിന്റെ അന്നത്തെ ഭാര്യ ഇതുപോലൊരു വിവാഹമോചന ഹർജി കോടതിയിൽ ഫയലാക്കി. ഗണേഷ് കുമാറാണ് സിനിമാ രംഗത്തും സീരിയൽ രംഗത്തുമുള്ള പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ട് എന്നായിരുന്നു ആരോപണം. അത് ഈ പരാതി കൊടുത്തവരും കൊടുപ്പിച്ചവരും വിചാരിച്ചത് ഇതോടുകൂടി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവി നാശകോടാലിയായി പോകുമെന്നാണ്. പത്തനാപുരത്ത് ഇയാൾ തോറ്റുപോകുമെന്നാണ്. പക്ഷേ പത്തനാപുരത്തെ വോട്ടർമാർ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ ഈ വാർത്തയോട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. അതിന്റെ ഫലമായിട്ട് CPI നേതാവ് പ്രകാശ് ബാബു പത്തനാപുരത്ത് തോൽക്കുകയും KB ഗണേഷ് കുമാർ ജയിക്കുകയും ചെയ്തു. പിന്നീട് ഇന്ന ദിവസം വരെ ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. വലിയ തമാശ എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം മന്ത്രിയായതിനെ തുടർന്ന് ഭാര്യ പരാതി പിൻവലിച്ചു. മന്ത്രിമന്ദിരത്തിൽ താമസമാക്കി. അവർക്ക് കുട്ടി കൂടി ജനിച്ചു. കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കേസ് കൊടുത്ത് പുനഃസമാഗത്തിന് ശേഷം ഒരു കുട്ടി കൂടി ജനിച്ചു. പിന്നെയും കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഇദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് വീണ്ടും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. അത് ഇദ്ദേഹത്തിന്റെ രാജിയിലും ചെന്ന് അവസാനിച്ചു. അതുകൊണ്ട് പത്തനാപുരത്ത് പുള്ളിക്ക് വല്ല അപകർഷവും സംഭവിച്ചോ? ഇല്ല.
അപ്പോഴും പത്തനാപുരത്തുകാർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തിന് വീണ്ടും വോട്ട് കൊടുക്കുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അന്ന് UDF-ലായിരുന്നു, പിന്നെ LDF-ലേക്ക് വന്നു. LDF-ൽ നിന്നും ജയിച്ചു, ഇതാ വീണ്ടും മത്സരിക്കുകയാണ്. വിജയുടെ കാര്യം പറഞ്ഞാൽ വിവാഹമോചന ഹർജി വന്നപ്പോൾ അല്ലെങ്കിൽ കൊടുത്തപ്പോൾ സ്റ്റാലിനും ഈ മുൻ ഭാര്യയും ഒക്കെ വിചാരിക്കുന്നത് വിജയുടെ രാഷ്ട്രീയ ഭാവി കരി പിടിച്ചുപോയി എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. വിജയുടെ രാഷ്ട്രീയ ഭാവി കൂടുതൽ പ്രകാശമാനമായിരിക്കുകയാണ്. കാരണം രാഷ്ട്രീയത്തിലും സിനിമയിലും ഇതൊക്കെ സ്വാഭാവികമാണ്. വിജയ് മിടുക്കനുമാണ്. എന്റെ ബലമായ ഊഹം എന്ന് പറയുന്നത് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിന്റെ DMK പൊളിഞ്ഞു പാളീസാവും, വിജയുടെ TVK അവിടെ വെന്നിക്കുടി പാറിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നടക്കുന്ന ബഹളങ്ങളും ചർച്ചകളും ഒന്നും വിജയെയോ തൃഷയെയോ ഒരു തരിമ്പ് പോലും ബാധിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പുറത്തു വന്ന പുതിയ വീഡിയോകൾ. വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ തൃഷയ്ക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടൻ. നിർമ്മാതാവ് കൽപ്പാത്തി S. സുരേഷിന്റെയും മീനാക്ഷി സുരേഷിന്റെയും മകന്റെ വിവാഹ സൽക്കാരത്തിൽ വിജയും തൃഷയും ഒന്നിച്ചു വന്ന് പങ്കെടുത്തു. ഇരുവരും വിവാഹ സൽക്കാരം നടക്കുന്ന ഇടത്തേക്ക് ഒരേ കാറിൽ നവദമ്പതികളെ പോലെ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. ഗോൾഡൻ നിറത്തിലുള്ള കസവ് മുണ്ടും ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം. വിജയുടെ വസ്ത്രത്തിന് മാച്ചാകുന്ന തരത്തിൽ ഗോൾഡൻ നിറത്തിലുള്ള സിൽക്ക് സാരിയായിരുന്നു തൃഷ ധരിച്ചത്. ഇരുവരും ഒരുമിച്ച് നവദമ്പതികൾക്ക് ആശംസ നേരുന്നതും ബൊക്കെ കൈമാറുന്നതും ഒക്കെ നമുക്ക് കാണാം, ആ ഒരു വീഡിയോയിൽ കാണാവുന്നതാണ്. ഇനി ഒളിപ്പിക്കാൻ ഒന്നുമില്ലെന്ന ഒരു മുഖഭാവമായിരുന്നു തൃഷയ്ക്കും വിജയ്ക്കും ഉണ്ടായിരുന്നത്. അതൊരു അഹങ്കാര ഭാവമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിൽ നിറയുന്നത്. വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഈ വീഡിയോ കാണും വരെ എല്ലാം വെറും ഗോസിപ്പ് മാത്രമായി തീരണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും, എന്നാൽ തൃഷയ്ക്കൊപ്പം പുഞ്ചിരിയുമായി വിജയ് നിൽക്കുന്നത് കണ്ടപ്പോൾ നടനോട് ഇതുവരെ തോന്നിയ എല്ലാ ബഹുമാനവും നഷ്ടപ്പെട്ടെന്നും വെറുപ്പ് തോന്നിയെന്നും ചിലർ രോഷം പ്രകടിപ്പിച്ചു കുറിച്ചു. വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോകൾ ഇടയ്ക്കിടെ തൃഷ പങ്കുവെക്കാറുണ്ടായിരുന്നുവെങ്കിലും ഗോസിപ്പുകൾ ആരംഭിച്ച ശേഷം കപ്പിളിനെ പോലെ ഇരുവരും പൊതുവേദിയിൽ എത്തുന്നത് ഇതാദ്യമാണ്. ഇതൊട്ടും വിജയിൽ നിന്നും പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു നടൻ കൂടിയാണ് വിജയ്. അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട്, പ്രണയവുമായി ബന്ധപ്പെട്ട്, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ വാക്കുകൾക്കും കൈയടിച്ച പ്രേക്ഷകർ തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ ഇത്രത്തോളം അഭിനയിക്കുകയായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളാണ് പലവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമായിരുന്നുവോ തലൈവ? എന്തൊക്കെ പറഞ്ഞാലും ദളപതിയുടെ ധൈര്യം സമ്മതിച്ചേ മതിയാകൂ. മറ്റൊരു ജയം രവിയെയും കിനീഷയെയും കണ്ടതുപോലെ തോന്നുന്നു. തലൈവൻ മാസ്. MGR-നെ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഇതൊക്കെ ഊഹിക്കണമായിരുന്നു. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ വിജയണ്ണ? പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചതുപോലെ ആയില്ലേ? ഭാര്യയെ വഞ്ചിച്ചതും പോരാഞ്ഞ് ഇത്തരം പ്രവൃത്തികൾ നോർമലൈസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് വിജയ് കാണിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് കമന്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.